നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള PR സ്റ്റാറ്റസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി സ്റ്റാർമർ സർക്കാർ. ബ്രിട്ടനിൽ PR ലഭിക്കുന്നതിനായി ബ്രിട്ടനിൽ താമസിക്കേണ്ടുന്ന കുറഞ്ഞ കാലപരിധി വ്യക്തികളുടെ തൊഴിലിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കുമെന്ന് സൂചന. മാറ്റം വരുന്നതോടെ ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിന് ബ്രിട്ടീഷ് കോടതികൾ ശിക്ഷിച്ചവർക്ക് PR ലഭിക്കില്ല. ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം പേരും ബ്രിട്ടീഷ് പൗരത്വം എടുക്കാതെ സ്ഥിരതാമസത്തിന് സഹായിക്കുന്ന PR എടുക്കുന്നു. സ്ഥിരതാമസത്തിന് സഹായിക്കുന്ന PR എടുക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല എന്നതിനാൽ റിഫോം UK അധികാരത്തിൽ വന്നാൽ PR നിർത്തലാക്കിയേക്കും. കുടിയേറ്റത്തിൽ കൂടുതൽ പേരും ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാനുള്ള ശ്രമത്തിൽ. ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ ഏറ്റവും വലിയ കടമ്പ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്. ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് പാസ്സാവാൻ കൊല ചെയ്യപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചും മറ്റു പല ചരിത്ര സംഭവങ്ങളെ കുറിച്ചും അറിവുണ്ടാകണം. PR സിസ്റ്റം റദ്ദു ചെയ്യുന്ന കാര്യം റിഫോം UK പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം. ദുബായിലേക്കും മധ്യപൂർവേഷ്യയിലെ മറ്റു 3 ഇടങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ മാസം വരെ ഉണ്ടായിരിക്കില്ല എന്ന് ബ്രിട്ടീഷ് എയർവേസ്. ഈ റൂട്ടിലെ സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് ജൂലൈ വരെ. ഇറാൻ യുദ്ധം അവസാനിക്കാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ സർവീസുകൾ ഒക്ടോബർ വരെ നീട്ടി. വേനൽക്കാലം അവസാനിക്കുന്നതോടെ മാത്രമേ ദുബായ്, ടെൽ-അവീവ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ബ്രിട്ടീഷ് എയർവേസ്. അബുദാബി, ഒമാൻ, ബഹ്റൈൻ, ദോഹ, ദുബായ്, ടെൽ-അവീവ്, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നും ഒക്ടോബർ 31 അതിനു മുൻപോ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സർവീസ് നടക്കുന്നുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായ തുക റീഫണ്ടായി ആവശ്യപ്പെടാം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയ 2 ഇറാനിയൻ ഡ്രോണുകളെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും മേഖലയിൽ മിസൈൽ ആക്രമണങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും തുടരുന്നു. വലിയ പ്രതിസന്ധിക്ക് കാരണം ഹോർമൂസിന്റെ നിയന്ത്രണത്തിനായി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ. ഉപരോധങ്ങൾ നീക്കുന്നതിനും എണ്ണ വരുമാനം തിരിച്ചുപിടിക്കുന്നതിനുമായി ഇറാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അമേരിക്കൻ പ്രതിരോധ സേന തിരിച്ചടി തുടരുന്നു. ഇസ്രായേൽ നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പെന്റഗൺ രംഗത്ത്. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ. പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ. ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വളരെയധികം അക്രമോത്സുക സ്വഭാവം കാണിക്കുന്നുവെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ. ഇസ്രായേൽ സന്ദർശിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി എത്തിക്കാൻ വ്യോമസേനയുടെ സഹായം തേടും. സുരക്ഷ കർശനമാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നിർണായക തീരുമാനമെടുത്തത് മുൻപ് നടന്ന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന്. പരീക്ഷയുടെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കർശന സുരക്ഷാ പ്രോട്ടോകോളുകളാണ് ഇത്തവണ നടപ്പിലാക്കുന്നതെന്ന് സൂചന. ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിനായി വ്യോമസേനയുടെ സഹായം തേടുന്നത് നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായി. ജന്തർ മന്ദറിൽ ആദ്യ ബഹുജന മുന്നേറ്റ പ്രതിഷേധം സംഘടിപ്പിച്ചതിനു പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. രാജ്യത്തെ യുവാക്കൾ നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന വിദേശകരങ്ങളിലെ കളിപ്പാവകളാകില്ല എന്ന് നിതിൻ നബീന്റെ പ്രതികരണം. ഇന്ത്യയിലെ യുവാക്കൾ രാഷ്ട്ര നിർമ്മാണത്തിലും അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും രാജ്യത്തെ യുവാക്കളുടെ ദിശ നിർണ്ണയിക്കാനാകുമെന്നാണ് വിദേശത്തിരുന്ന ചില ആളുകൾ കരുതുന്നതെന്നും നബീന്റെ രൂക്ഷ വിമർശനം. നവകേരള യാത്രക്കിടെ ഉണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ കുരുക്കുമുറുക്കി അന്വേഷണ സംഘം. അജിത് കുമാറിനെതിരെ കോടതിയിലും റിപ്പോർട്ട് സമർപ്പിച്ച് SIT. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസാണെന്നും പ്രതികളെ രക്ഷിക്കാൻ കേസ് ഡയറി തന്നെ അട്ടിമറിച്ചു എന്ന തെറ്റായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നും SIT. സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ തെളിവ് തേടി SFIO. കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ED. തെളിവ് ശേഖരണം പൂർത്തിയാക്കിയാൽ ഉടൻ വീണയ്ക്കും ശശിധരൻ കർത്തയ്ക്കും സമൻസ് നൽകും. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള PR സ്റ്റാറ്റസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുകയാണ് സർക്കാർ. 2025 മെയ് മാസത്തിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം മറ്റു ചില സുപ്രധാന മാറ്റങ്ങളും സർക്കാർ നിർദ്ദേശിക്കുന്നു. ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള PR സ്റ്റാറ്റസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ 2025 മെയ് മാസത്തിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം മറ്റു ചില സുപ്രധാന മാറ്റങ്ങളും വരുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നു.
ഈ മാറ്റങ്ങൾ അനുസരിച്ച് ബ്രിട്ടനിൽ PR ലഭിക്കുന്നതിനായി ബ്രിട്ടനിൽ താമസിക്കേണ്ടുന്ന കുറഞ്ഞ കാലപരിധി വ്യക്തികളുടെ തൊഴിലിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇതിൽ സുപ്രധാനമായ കാര്യം ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിൽ ബ്രിട്ടീഷ് കോടതികൾ ശിക്ഷിച്ചവർക്ക് PR ലഭിക്കില്ല എന്നതാണ്. നേരത്തെ ഇത് കുറഞ്ഞത് 12 മാസത്തെ തടവ് ശിക്ഷയെങ്കിലും ലഭിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ ശിക്ഷ ലഭിച്ചവർക്കും PR ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകും. അതുപോലെ അപേക്ഷിക്കുന്നതിന് മുൻപുള്ള 3 മുതൽ 5 വർഷ കാലയളവിൽ വാർഷിക വരുമാനം കുറഞ്ഞത് 12,570 പൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിൽ കുറവ് വരുമാനമുള്ളവർക്ക് PR-ന് അപേക്ഷിക്കാൻ കഴിയില്ല. അതേസമയം മെറ്റേണിറ്റി ലീവിലുള്ളവർ, ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവർക്ക് ഇതിൽ ഇളവ് നൽകും. മറ്റേതെങ്കിലും വിഭാഗക്കാർക്ക് ഇളവുകൾ നൽകണമോ എന്നതിനെ സംബന്ധിച്ച കൺസൾട്ടേഷൻ നടത്താനും ഉദ്ദേശമുണ്ട്. അതുപോലെ കൂടുതൽ ഉയർന്ന തലത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാക്കും. നിലവിൽ ഇത് ചില വിസ റൂട്ടുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എങ്കിലും 2027 മാർച്ച് മുതൽ ഇത് പരക്കെ ബാധകമാക്കും. ഇത്രയുമാണ് PR-ന് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകൾ. ഇവ ഉണ്ടെങ്കിലും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ വ്യത്യസ്ത കാലയളവുകളിൽ ബ്രിട്ടനിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ PR-ന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ 5 വർഷം UK-യിൽ താമസിച്ചവർക്ക് PR-ന് അപേക്ഷിക്കാമെന്നത് 10 വർഷമായി ഉയർത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും വ്യാപകമായി കാലപരിധി നിശ്ചയിക്കാതെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ഉള്ളവർക്കും വ്യത്യസ്ത വരുമാനക്കാർക്കും വ്യത്യസ്ത കാലപരിധിയായിരിക്കും ഉണ്ടാവുക. ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം പേരും ബ്രിട്ടീഷ് പൗരത്വം എടുക്കാതെ സ്ഥിരതാമസത്തിന് സഹായിക്കുന്ന PR എടുക്കുന്നതിനാണ് താല്പര്യപ്പെടാറുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല എന്നതിനാൽ സ്വന്തം രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്. എന്നാൽ റിഫോം UK അധികാരത്തിൽ വന്നാൽ PR നിർത്തലാക്കിയേക്കുമെന്ന അഭ്യൂഹത്തിന് ഇപ്പോൾ കൂടുതൽ പ്രചാരം ലഭിക്കുകയാണ്. അതോടെ കൂടുതൽ കുടിയേറ്റക്കാർ ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാനുള്ള ശ്രമത്തിലാണ്. റിഫോം UK അധികാരത്തിൽ വന്നാൽ PR നിർത്തലാക്കിയേക്കുമെന്ന അഭ്യൂഹത്തിന് ഇപ്പോൾ കൂടുതൽ പ്രചാരം ലഭിക്കുകയാണ്. അതോടെ കൂടുതൽ കുടിയേറ്റക്കാർ ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് റിപ്പോർട്ടുകൾ. അതിനുള്ള ഏറ്റവും വലിയ കടമ്പ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് ആണെന്ന് പൗരത്വത്തിനായി ശ്രമിക്കുന്നവർ പറയുന്നു. കൊല ചെയ്യപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചും മറ്റ് പല ചരിത്ര സംഭവങ്ങളെ കുറിച്ചുമൊക്കെ ബ്രിട്ടീഷ് ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾക്കൊപ്പം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് ഏറെ ക്ലേശകരമാണെന്ന് ക്രിസ്റ്റീന എന്ന ഫിലിപ്പൈൻസുകാരിയെ പോലെ പൗരത്വത്തിനായി ശ്രമിക്കുന്നവർ പറയുന്നു. 2008 11 വയസ്സുള്ളപ്പോഴാണ് ക്രിസ്റ്റീന ആദ്യമായി ബ്രിട്ടനിലെത്തുന്നത്. ഇപ്പോൾ 30 വയസ്സുള്ള അവർ അന്ന് മുതൽ ഇവിടെയാണ് താമസം. ഭിന്നശേഷിക്കാരിയായ കുട്ടികളുള്ള കുടുംബത്തിൽ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന ക്രിസ്റ്റീന ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിന് ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രായപൂർത്തിയായ കുടിയേറ്റക്കാരെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നുമുണ്ട്. ഷ്രോംഷെയറിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഇവർക്ക് PR സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും ഇംഗ്ലണ്ടിലെ കുടിയേറ്റ നിയമത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇവരെയും പൗരത്വമെടുക്കാൻ നിർബന്ധിതയാക്കിയിരിക്കുകയാണ്. അടുത്ത കാലത്തായി നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് PR-ന് ഒരു ഗ്യാരണ്ടിയും ഇല്ലെന്നാണെന്നും അവർ പറയുന്നു. PR സിസ്റ്റം റദ്ദു ചെയ്യുന്ന കാര്യം കഴിഞ്ഞ വർഷമാണ് റിഫോം UK പ്രഖ്യാപിച്ചത്. അങ്ങനെ വന്നാൽ കുടിയേറ്റക്കാർക്ക് സമയാസമയങ്ങളിൽ കർശനമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിസ പുതുക്കേണ്ടതായി വരും. ഇത് ചെലവ് ഏറെയാക്കുമെന്നതിൽ സംശയമില്ല. അതിനോടൊപ്പം വിസ പുതുക്കൽ പ്രക്രിയയിൽ ഉണ്ടായേക്കുന്ന സങ്കീർണതകളും ഇവരെ ഭയപ്പെടുത്തുന്നു. കള്ളബോട്ട് കയറിയെത്തുന്ന അനധികൃത അഭയാർത്ഥികൾക്ക് താൻ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി നൽകുമെന്ന സൂചന നൽകുകയാണ് ലേബർ നേതാവ് ആൻഡി ബർണർ. അത്തരമൊരു നടപടി കൂടുതൽ അനധികൃത അഭയാർത്ഥികളെ ബ്രിട്ടനിലേക്ക് ആകർഷിക്കാനേ ഉതകൂ എന്ന മുന്നറിയിപ്പ് നിലനിൽക്കവെയാണ് അദ്ദേഹം ഈ സൂചന നൽകുന്നത്. കള്ളബോട്ട് കയറിയെത്തുന്ന അനധികൃത അഭയാർത്ഥികൾക്ക് താൻ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി നൽകുന്ന നടപടി കൂടുതൽ അനധികൃത അഭയാർത്ഥികളെ ബ്രിട്ടനിലേക്ക് ആകർഷിക്കാനേ ഉതകൂ എന്ന മുന്നറിയിപ്പ് നിലനിൽക്കവെയാണ് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി നൽകുമെന്ന സൂചന നൽകി ലേബർ നേതാവ് ആൻഡി ബർണർ. അഭയാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിക്കപ്പെടുന്ന സമയത്ത് അവരെ അനിശ്ചിതത്വത്തിലാക്കുന്നത് തെറ്റായ നടപടിയാണെന്ന് ഭാവിയിൽ പ്രധാനമന്ത്രിയാകാനിടയുള്ള ആൻഡി ബർണർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അഭയാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം നൽകിയാൽ 1,00,000-ലേറെ പേർക്ക് ജോലി ചെയ്യാൻ കഴിയും. ചെറുയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ 10,000-കണക്കിന് അനധികൃത കുടിയേറ്റക്കാരും ഇതിൽ ഉൾപ്പെടും. അനധികൃത കുടിയേറ്റക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു അനാവശ്യ നടപടിയാണിതെന്നായിരുന്നു റിഫോം UKയുടെ സിയ യൂസഫിന്റെ പ്രതികരണം. അനധികൃതമായി UK-യിൽ പ്രവേശിക്കുന്നവരെ ഉടനടി പിടികൂടി നാടുകടത്തുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. തുറന്ന അതിർത്തികൾ എന്ന ആശയത്തെ താലോലിക്കുന്ന ഒരു ഭ്രാന്തനാണ് ബേൺഹാം എന്നായിരുന്നു ഷാഡോ സെക്രട്ടറി ക്രിസ് ഫിലിപ്പിന്റെ പ്രതികരണം. അഭയാർത്ഥികളിൽ ഭൂരിഭാഗം പേരും അനധികൃതമായി ബ്രിട്ടനിലെത്തിയവരാണ്. അവരെ ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നത് കൂടുതൽ പേർക്ക് അനധികൃതമായി ബ്രിട്ടനിലെത്താനുള്ള പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ചേക്കേറിയ കുടിയേറ്റക്കാർ അത്തരമൊരു സംഭവത്തിൽ കൂട്ടമായി UK-യിലെത്താൻ ആരംഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായി ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ വർക്ക് വിസയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് എന്താണ് പ്രസക്തിയെന്നും അദ്ദേഹം ചോദിക്കുന്നു. ദുബായിലേക്കും മധ്യപൂർവേഷ്യയിലെ മറ്റു 3 ഇടങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ വരുന്ന ഒക്ടോബർ വരെ ഉണ്ടായിരിക്കില്ല എന്ന് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു. നേരത്തെ ജൂലൈ വരെയായിരുന്നു ഈ റൂട്ടിലെ സർവീസുകൾ നിർത്തിവച്ചിരുന്നത്. ഇറാൻ യുദ്ധം അവസാനിക്കാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് ഒക്ടോബർ വരെ നീട്ടിയിരിക്കുന്നത്.
ഒക്ടോബർ വരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നിർത്തിവെച്ച് ബ്രിട്ടീഷ് എയർവേസ്. നേരത്തെ ജൂലൈ വരെ ഈ റൂട്ടിലെ സർവീസുകൾ നിർത്തിവച്ചിരുന്നത് ഇറാൻ യുദ്ധം അവസാനിക്കാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് ഒക്ടോബർ വരെ നീട്ടിയിരിക്കുന്നത്. ദുബായ്, ദോഹ, ടെലവീവ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ജൂലൈ മാസത്തോടെ പുനരാരംഭിക്കുമെന്നായിരുന്നു അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇനിയിപ്പോൾ വേനൽക്കാലം അവസാനിക്കുന്നതോടെ മാത്രമേ ദുബായ്, ടെലവീവ്, ബഹ്റിൻ, അമ്മാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ. അതിനായി പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതി ഒക്ടോബർ 25 ഒക്ടോബർ 31 അതിനു മുൻപോ അബുദാബി, ഒമാൻ, ബഹ്റിൻ, ദോഹ, ദുബായ്, ടെലവീവ്, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സർവീസ് നടക്കുന്നുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായ തുക റീഫണ്ടായി ആവശ്യപ്പെടാമെന്നും ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അധിക ചാർജ് നൽകാതെ യാത്രാ തീയതി മാറ്റുവാനും കഴിയും. കോക്രോച്ച് ജനതാ പാർട്ടിയെ ചൊല്ലി ലണ്ടനിലും തർക്കം. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര പങ്കെടുത്ത പരിപാടിയിലാണ് സംഘാടകരും സദസ്സിലുള്ള ചിലരും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. ജൂൺ 4 സംഭവം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇന്റർനാഷണൽ ലോ എന്ന വിഷയത്തിൽ സൂര്യകാന്ത് മിശ്ര അഭിസംബോധന ചെയ്യുന്ന ചോദ്യോത്തര വേളയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച് ചോദ്യമുയരുകയായിരുന്നു. ലണ്ടനിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത മിശ്ര പങ്കെടുത്ത പരിപാടിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ ചൊല്ലി തർക്കം. ഇന്ത്യയിൽ ഇപ്പോൾ സർക്കാരിനെതിരായ അഭിപ്രായങ്ങൾക്കും വിമതാഭിപ്രായങ്ങൾക്കും എതിരായ സമീപനം കൂടുതലാണ്. ഈ കടുത്ത സമീപനത്തിന്റെ ചില പ്രതിഫലനങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ പ്രസംഗത്തിലും കണ്ടു. ആ പ്രസംഗം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നായിരുന്നു സദസ്സിൽ നിന്നുള്ള ഒരാൾ ഉന്നയിച്ച കാര്യം. മറ്റൊരാൾ സൂര്യകാന്ത് മിശ്ര മെയ് 15 നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച് നേരിട്ടും ചോദ്യം ചോദിച്ചു. പിന്നാലെ മോഡറേറ്റർ ഇടപെടുകയായിരുന്നു. വിഷയത്തിൽ നിന്ന് മാറിയുള്ള ചോദ്യം അനുവദിക്കില്ല എന്ന് മോഡറേറ്റർ ഇടപെട്ട് സദസ്സിനെ അറിയിച്ചതോടെ സദസ്സിൽ നിന്നുള്ള ചിലർ എഴുന്നേറ്റ് പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് എല്ലാവരും സംയമനം പാലിക്കണമെന്ന് അറിയിച്ച മോഡറേറ്റർ സെഷൻ അവസാനിപ്പിച്ച് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. ഇത്തരം അസഭ്യമായ പെരുമാറ്റം അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു ഹൈക്കമ്മീഷൻ വ്യക്തമാക്കിയത്. ജനാധിപത്യ സമൂഹത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. വിനയപൂർവ്വവും ആദരവോടെയുമായിരിക്കണം ഇത് പ്രകടിപ്പിക്കേണ്ടതെന്നും ഹൈക്കമ്മീഷൻ സംഭവത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞു. യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചുള്ള ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയുടെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉയർച്ച. കോടതി നടപടികൾക്കിടയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചത്. ഒരു പണിയുമില്ലാത്ത ചില യുവാക്കളുണ്ട്. അവരിൽ ചിലർ മാധ്യമ പ്രവർത്തകരും ചിലർ സോഷ്യൽ മീഡിയ RTI ആക്ടിവിസ്റ്റുകളുമായി സമൂഹത്തെ ആക്രമിക്കുന്നു. അവർ കോക്രോച്ചുകളും പരാന്ന ഭോജികളുമാണ് എന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ആനന്ദ് ടി.വി. 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് ടി.വി. അവാർഡ്. UK മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് ദിശ അരങ്ങേറുന്നത്. ഗാലപ്പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് ടി.വി. 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 UK മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K. ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയ 2 ഇറാനിയൻ ഡ്രോണുകളെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടതായി റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും മേഖലയിൽ മിസൈൽ ആക്രമണങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയ 2 ഇറാനിയൻ ഡ്രോണുകളെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടതായി റിപ്പോർട്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസിന്റെ നിയന്ത്രണത്തിനായി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കുന്നതിനും എണ്ണ വരുമാനം തിരിച്ചുപിടിക്കുന്നതിനുമായി ഇറാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അമേരിക്കൻ പ്രതിരോധ സേന തിരിച്ചടി തുടരുകയാണ്. സമാധാന ശ്രമങ്ങൾക്കിടയിലും US സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പശ്ചിമേഷ്യ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഈ ഡ്രോണുകൾ ഭീഷണിയാണെന്ന് വിലയിരുത്തിയതിനെ തുടർന്നാണ് അമേരിക്കൻ സേന അവ തകർത്തത് എന്നതാണ് വിവരം. പശ്ചിമേഷ്യയിലെ US സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള US സെൻട്രൽ കമാൻഡ് ആണ് ശനിയാഴ്ച രാത്രി വൈകി ഈ വിവരം പുറത്തുവിട്ടത്. മിഡിൽ ഈസ്റ്റിലെ US സേന 2 ഇറാനിയൻ വൺവേ അറ്റാക്ക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് സെൻകോം എക്സിലൂടെ വ്യക്തമാക്കി. ഇറാനിയൻ കടന്നുകയറ്റങ്ങൾക്കെതിരെ പ്രതിരോധം തുടരാൻ തങ്ങൾ സജ്ജമാണെന്നും സേന അതീവ ജാഗ്രതയിൽ തുടരുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ. ഇസ്രയേൽ നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പെന്റഗൺ രംഗത്തെത്തി.
ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പെന്റഗൺ രംഗത്തെത്തി. പെന്റഗണിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭീഷണി നിലവാരം ഏറ്റവും ഉയർന്ന ഘട്ടമായ ക്രിട്ടിക്കൽ എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വളരെയധികം അക്രമോത്സുക സ്വഭാവം കാണിക്കുന്നുവെന്നാണ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ സന്ദർശിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശയവിനിമയത്തിനായി ബർണർ ഫോണുകളും താൽക്കാലിക കമ്പ്യൂട്ടറുകളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹോട്ടൽ മുറികളിലോ മറ്റു സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലോ വെച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാനും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ കുറിച്ചുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ആഭ്യന്തര തീരുമാനങ്ങൾ ചോർത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് US പ്രതിരോധ വകുപ്പിന്റെ നിഗമനം. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നു എന്നത് തികച്ചും വ്യാജമായ കാര്യമാണ് എന്ന് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസി വക്താവ് അറിയിച്ചു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശത്രു രാജ്യങ്ങൾക്കെതിരെ മാത്രമാണെന്നും സഖ്യകക്ഷികൾക്കെതിരല്ല എന്നും അവർ വ്യക്തമാക്കി. വൈറ്റ് ഹൌസും ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി തള്ളിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് ട്രംപ് നെതന്യാഹുവിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പും അവഗണിച്ച് ഇസ്രായേൽ ലബനനിൽ സൈനിക നടപടി തുടർന്നു. ഇത് അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ഇറാനെ നിരീക്ഷിക്കാൻ അസർബൈജാൻ, UAE എന്നിവിടങ്ങളിൽ ഇസ്രായേൽ രഹസ്യ സൈനിക ശൃംഖല സ്ഥാപിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും അവർ നിരീക്ഷിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. അമേരിക്കയിലെ ഒഹായോയിലുള്ള ടൊലീഡോയിൽ നടന്ന പ്രശസ്തമായ ഓൾഡ് വെസ്റ്റ് എൻഡ് ഫെസ്റ്റിവലിനിടെ ഉണ്ടായ വെടിവയ്പിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രാദേശിക സമയം ശനിയാഴ്ച വൈകുന്നേരം 5:37 അജ്ഞാതരായ അക്രമികൾ ആൾക്കൂട്ടത്തിന് നേർക്ക് നിറയൊഴിച്ചത്. 8 പേർക്കാണ് വെടിയേറ്റത്. വെടിയേറ്റ 8 പേരും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമേരിക്കയിലെ ഒഹായോയിലുള്ള ടൊലീഡോയിൽ നടന്ന പ്രശസ്തമായ ഓൾഡ് വെസ്റ്റ് എൻഡ് ഫെസ്റ്റിനിടെ പ്രാദേശിക സമയം ശനിയാഴ്ച വൈകുന്നേരം 5:37 അജ്ഞാതരായ ആക്രമികൾ ആൾക്കൂട്ടത്തിന് നേർക്ക് നിറയൊഴിച്ചു. വെടിവയ്പിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെല്ലാവരും അപകടനില തരണം ചെയ്തതായി ടോളിഡോ മേയർ വേഡ് കപ്നൂസ്കിവിച്ച് പറഞ്ഞു. അപകടത്തെ തുടർന്ന് സ്ഥലത്ത് വൻ പരിഭ്രാന്തി ഉണ്ടാവുകയും ജനങ്ങൾ ചിതറിയോടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഗീത പരിപാടികളും ഭക്ഷണ വിപണികളും നടക്കുന്ന ഡെലോവെയർ അവന്യൂ, റോബിൻവുഡ് അവന്യൂ എന്നീ തെരുവുകൾക്കിടയിലാണ് വെടിവയ്പ് നടന്നത്. വെടിവയ്പിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമല്ല എന്നും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ വെടിയേറ്റ നിലയിൽ നിരവധി പേരെ കണ്ടെത്തുകയും അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുൻ US നേവി ഉദ്യോഗസ്ഥൻ കെവിൻ ബെറി പറയുന്നത് വെടിവയ്പുണ്ടായ ഉടൻ ജനങ്ങൾ പരിഭ്രാന്തരായി നിലത്ത് കിടന്നു എന്നാണ്. ഏകദേശം 50 അടി അകലെ അക്രമി തോക്കുപേക്ഷിക്കുന്നത് കണ്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി. പരിക്കേറ്റ 5ഓളം പേർക്ക് പ്രാഥമിക മെഡിക്കൽ സഹായം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒഹായോ ഗവർണർ മൈക്ക് ഡിവിൻ സംഭവത്തിൽ അഗാധമായ ആശങ്ക രേഖപ്പെടുത്തി. കുടുംബങ്ങൾ ഒത്തുചേരുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമായിരിക്കണമെന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ടോൾഡോയിലെ ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഓൾഡ് വെസ്റ്റ് എൻഡ്. ഈ പ്രദേശത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം ആഘോഷിക്കുന്നതിനായി വർഷം തോറും സംഘടിപ്പിക്കുന്ന ഓൾഡ് വെസ്റ്റ് എൻഡ് ഫെസ്റ്റിവൽ ഏറെ പ്രശസ്തമാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ഇവിടെ നടക്കാറുള്ളത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.65 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 94.94 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109.37 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.13 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി എത്തിക്കാൻ ഇത്തവണ വ്യോമസേനയുടെ സഹായം തേടും. മുൻപ് നടന്ന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് സുരക്ഷ കർശനമാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നിർണായക തീരുമാനമെടുത്തത്. പരീക്ഷാ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി തെലങ്കാനയിൽ ശനിയാഴ്ച ചേർന്ന യോഗത്തിൽ NDA ജനറൽ ഡയറക്ടർ അഭിഷേക് സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്.
ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ മുൻപ് നടന്ന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിൽ സുരക്ഷിതമായി എത്തിക്കാൻ ഇത്തവണ വ്യോമസേനയുടെ സഹായം തേടും. പരീക്ഷാ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി തെലങ്കാനയിൽ ശനിയാഴ്ച ചേർന്ന യോഗത്തിൽ NDA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പരീക്ഷയുടെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള കർശന സുരക്ഷാ പ്രോട്ടോകോളുകളാണ് ഇത്തവണ നടപ്പിലാക്കുന്നതെന്ന് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് NDA ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിനായി വ്യോമസേനയുടെ സഹായം തേടുന്നത്. പരീക്ഷയുടെ സുതാര്യതയ്ക്ക് രാജ്യം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നടപടിയെന്ന് തെലങ്കാന സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷ തികച്ചും സുരക്ഷിതവും കുറ്റമറ്റതുമായ രീതിയിൽ നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കാൻ യോഗത്തിൽ ചീഫ് സെക്രട്ടറി K. രാമകൃഷ്ണ റാവു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായും ജില്ലാ ഭരണകൂടങ്ങൾ കൃത്യമായ ഏകോപനത്തോടെ പ്രവർത്തിക്കണം. പരീക്ഷാ ദിവസം വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നേരിടാത്ത സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരീക്ഷയെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ചോദ്യപേപ്പർ ചോർന്നെന്ന പ്രചരണം NDA തള്ളി. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നും പരീക്ഷയെയും ചോദ്യപേപ്പറിനെയും സംബന്ധിച്ച് പ്രചരിക്കാൻ സാധ്യതയുള്ള വ്യാജ വിവരങ്ങൾക്ക് ഉടനടി മറുപടി നൽകിയവ പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. ജന്തർ മന്ദറിൽ ആദ്യ ബഹുജന മുന്നേറ്റ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യത്തെ യുവാക്കൾ നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന വിദേശകരങ്ങളിലെ കളിപ്പാവകളാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. റാഞ്ചിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ജന്തർ മന്ദറിൽ ആദ്യ ബഹുജന മുന്നേറ്റ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ രാജ്യത്തെ യുവാക്കൾ നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന വിദേശകരങ്ങളിലെ കളിപ്പാവകളാകില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രംഗത്തെത്തി. ഇന്ത്യയിലെ യുവാക്കൾ രാഷ്ട്ര നിർമ്മാണത്തിലും അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. രാജ്യത്തെ യുവാക്കളുടെ ദിശ നിർണ്ണയിക്കാനാകുമെന്നാണ് വിദേശത്തിരുന്ന് ചിലർ കരുതുന്നത്. എന്നാൽ ഇന്ത്യയിലെ യുവാക്കൾ ഇത്തരം ശക്തികളുടെ കയ്യിലെ കളിപ്പാവകളാകില്ല എന്ന് നിതിൻ നബീൻ പറഞ്ഞു. ഇന്ത്യയിലെ യുവാക്കളെ നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് ഈ രാജ്യത്തെ യുവാക്കൾ പോസിറ്റീവ് രാഷ്ട്രീയത്തിൽ ഏർപ്പെടുമെന്ന മുന്നറിയിപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CJP മേധാവി അഭിജിത് ദീപ്തിയുടെ പേര് പരാമർശിക്കാതെയാണ് നിതിൻ നബീന്റെ പ്രതികരണം. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ ഉത്തരവാദിത്വമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായാണ് കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് CJP പാർട്ടി സമരം നടത്തിയത്. സാമൂഹ്യ മാധ്യമ മുന്നേറ്റമായി തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പ്രത്യക്ഷ സമരമായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിക്ക് പിന്നാലെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ രാജ്യസഭയിലും ലോക്സഭയിലും വൈകാതെ സംഭവിച്ചേക്കുമെന്ന സൂചന നൽകി തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ MP സുഖേന്ദു ശേഖർ റേ. 80 MLA-മാരിൽ 60 പേരും വിമത സഖ്യത്തിലെത്തുന്നത് അത്യപൂർവമാണെന്നും ഇത്തരത്തിലൊരു പാർട്ടി അതിജീവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിക്ക് പിന്നാലെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ രാജ്യസഭയിലും ലോക്സഭയിലും വൈകാതെ സംഭവിച്ചേക്കുമെന്ന സൂചന നൽകി തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ MP സുഖേന്ദു ശേഖർ റേ രംഗത്ത്. ഈ മാറ്റം സംസ്ഥാന നിയമസഭയിൽ മാത്രമല്ല പാർലമെന്റിലേക്കും ഇതിന്റെ അലവലിയെത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ സംഭവം MP-മാരെയും ബാധിച്ചേക്കും. ലോക്സഭയിൽ വൈകാതെ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിച്ചേക്കാം. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും ഈ മാറ്റം കണ്ടേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഋതുപ്രത ബാനർജി, സന്ദീപൻ സാഹ എന്നീ 2 MLA-മാരെ മമത പുറത്താക്കിയിരുന്നു. തുടർന്ന് ഋതുപ്രത ബാനർജി പാർട്ടിയിലെ 80 MLA-മാരിൽ 60 പേരുടെ പിന്തുണ ഉറപ്പാക്കി പ്രതിപക്ഷ നേതാവുകയും ചെയ്തു. ഇതോടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. നിലവിൽ ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന് 28 MP-മാരാണുള്ളത്. രാജ്യസഭയിൽ 13 പേരുമുണ്ട്. ലോക്സഭയിലെ 20 MP-മാർ വിമതപക്ഷത്തേക്ക് നീങ്ങുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. നവകേരള യാത്രക്കിടെ ഉണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ കുരുക്കുമുറുക്കി അന്വേഷണ സംഘം. അജിത് കുമാറിനെതിരെ കോടതിയിലും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് SIT. വ്യാജരേഖ ചമച്ചത് ADGP-യുടെ ഓഫീസാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അട്ടിമറി വ്യക്തമാക്കി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത്. നവകേരള യാത്രക്കിടെയുണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ കുരുക്കുമുറുക്കി അജിത് കുമാറിനെതിരെ കോടതിയിലും അന്വേഷണ സംഘം. ആലപ്പുഴ സെഷൻസ് കോടതിയിലാണ് അഡീഷണൽ റിപ്പോർട്ട് നൽകിയത്. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ ഓഫീസാണെന്ന് റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ രക്ഷിക്കാൻ കേസ് ഡയറി തന്നെ അട്ടിമറിച്ചു. തെറ്റായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴിയിലാണ് അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്നത്. സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു.
ആവശ്യപ്പെടുന്നു. പോലീസ് ഫോട്ടോഗ്രാഫറുടെ ദൃശ്യങ്ങൾ ലഭ്യമായി എന്ന റഫറൽ റിപ്പോർട്ടിലെ പ്രസ്താവന കള്ളമാണ്. പോലീസ് ഫോട്ടോഗ്രാഫർ മർദ്ദനം പകർത്തിയിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. റഫർ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ ദൃശ്യം പകർത്തിയെന്ന കാര്യം വ്യാജമായി രേഖപ്പെടുത്തി. പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലും അന്വേഷണം വേണമെന്ന് SIT കോടതിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ചൊവ്വാഴ്ച കോടതി പരിശോധിക്കും. അതേസമയം കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അജിത്കുമാറിന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ്. ഗ്രേഡ് SIമാർ നൽകിയ മൊഴിയിൽ വിശദീകരണം തേടും. റിപ്പോർട്ടിൽ നടപടി ശുപാർശ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് DGP ആണ്. ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷണത്തിനും നീക്കമുണ്ട്. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ തെളിവ് തേടി ED. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി കോടതിയെ സമീപിച്ചു. എറണാകുളം PMLA കോടതിയെയാണ് ED സമീപിച്ചത്. 134 രേഖകൾ വേണമെന്നാണ് ഹർജി പറയുന്നത്. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി SFIO കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED കോടതിയെ സമീപിച്ചു. വീണയും CMRലും തമ്മിൽ ഉണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRLും 2017 ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി ലോൺ വിശദാംശങ്ങൾ, വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾക്കാണ് ED അപേക്ഷ നൽകിയത്. സമൻസ് നൽകിയ വീണ തൈക്കണ്ടിയെയും CMRL MD ശശിധരൻ കർത്തിയെയും വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവ് ശേഖരണം പൂർത്തിയാക്കും. ആദ്യം കേസ് അന്വേഷിച്ച കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന SFIOയിൽ നിന്നും മാസപ്പടി കേസിലെ തെളിവ് ശേഖരിക്കും. ചോദ്യം ചെയ്യാനോ അറസ്റ്റ് നടപടികൾക്കോ തടസ്സമില്ല എങ്കിലും തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം നീങ്ങാനാണ് EDയുടെ നിലവിലെ തീരുമാനം. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ച ഉണ്ടാകാതിരിക്കാനാണ് ED ശ്രമിക്കുന്നത് എന്നതാണ് സൂചന. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി 3 പേർക്ക് കൂടി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് അയച്ചു. റിബേഷ് രാമകൃഷ്ണൻ, മനേഷ്, അതുൽ എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി 3 പേർക്ക് കൂടി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് അയച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ ഷെയർ ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. നോട്ടീസ് ലഭിച്ചവർ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പുകളിലും പേജുകളിലും പങ്കുവച്ചവരാണെന്നാണ് സൂചന. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതോടൊപ്പം വ്യാജ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടവും ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താൻ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് എന്നിവയുടെ മാതൃകമ്പനികളായ മെറ്റയ്ക്ക് വീണ്ടും കത്തയക്കാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. മുൻപ് ലഭിച്ച വിവരങ്ങൾക്ക് പുറമെ കൂടുതൽ സാങ്കേതിക വിവരങ്ങൾ തേടിയാണ് കമ്പനിയെ വീണ്ടും സമീപിക്കുന്നത്. വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിർ എന്ന് ചിത്രീകരിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യാജ വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതിനാധാരം. ഈ സന്ദേശം നിർമ്മിച്ചത് MSF നേതാവായ PK മുഹമ്മദ് കാസിം ആണെന്ന രീതിയിലാണ് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഈ സന്ദേശം തന്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കാണിച്ച് കാസിം കേരള ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ ഈ സ്ക്രീൻഷോട്ട് കാസിം നിർമ്മിച്ചതല്ല എന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അന്വേഷിച്ച പോലീസ് ഇത് LDF or CPM അനുകൂല സൈബർ ഗ്രൂപ്പുകളായ റെഡ് എൻകൗണ്ടർ, വടകര സ്ക്വാഡ് എന്നിവ വഴിയാണ് പ്രധാനമായും പ്രചരിപ്പിക്കപ്പെട്ടതെന്ന് കണ്ടെത്തി. എന്നാൽ ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നടൻ സലീം കുമാർ അന്തരിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ രാത്രി 10:43 അന്ത്യം. മൃതദേഹം ഇന്ന് രാവിലെ 9 മണിയോടെ പറവൂർ ടൗൺ ഹാളിൽ എത്തിച്ചു. പൊതുദർശനം ഉച്ചയ്ക്ക് 1 മണി വരെ. സലീം കുമാർ യാത്രയായി. പലവട്ടം നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുകയും പിന്നെ പൊട്ടിക്കരയിക്കുകയും ചെയ്ത സലീം വരും വരായികൾ കാര്യമാക്കാതെ ആരുടെ മുന്നിലും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ തുടക്കമിട്ട സലീം അച്ഛനുറങ്ങാത്ത വീട്, ആദാമിന്റെ മകൻ അബു, പെരുമഴക്കാലം എന്നീ സിനിമകളിൽ ഉൾക്കാമ്പുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിച്ചു. നെടുമുടി വേണുവിനും തിലകനും ഉർവശിക്കും മഞ്ജു വാര്യർക്കും നിഷേധിക്കപ്പെട്ട മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലീമിനെ തേടിയെത്തിയപ്പോൾ അത് കാലത്തിന്റെ കാവ്യനീതിയായി മാറി. ഹാസ്യവേഷങ്ങളിൽ അഭിനയിക്കുന്നവരെ നടന്മാരായി പോലും പരിഗണിക്കാൻ വൈമുഖ്യം പ്രകടിപ്പിക്കപ്പെട്ട ഒരു കാലത്തു നിന്ന് മിമിക്രിയിൽ നിന്ന് കലാജീവിതം ആരംഭിച്ച സലീമും പിന്നാലെ സുരാജും ദേശീയ സംസ്ഥാന തലത്തിൽ ഒരുപോലെ അംഗീകരിക്കപ്പെടുക എന്ന ചരിത്ര നിയോഗത്തിന് തുടക്കമിട്ടത് സലീം കുമാർ തന്നെയായിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ 3-ന് വീട്ടുവളപ്പിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പറവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. IPL-ൽ റൺസ് അടിച്ചു കൂട്ടുകയും ക്യാപ്റ്റനായി ഗുജറാത്തിനെ ഫൈനലിലെത്തിക്കുകയും ചെയ്തുവെങ്കിലും ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ 2020 ടീമിലേക്ക് പരിഗണിക്കേണ്ട എന്ന് സെലക്ടർമാരുടെ തീരുമാനം. അമിത ജോലിഭാരവും പരിക്കുകളും ഒഴിവാക്കുന്നതിനായി വരാനിരിക്കുന്ന 2027 ഏകദിന ലോകകപ്പ് വരെയുള്ള കാലയളവിൽ റെഡ് ബോൾ ക്രിക്കറ്റിലും ഏകദിനത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സെലക്ടർമാർ ഗില്ലിനോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു.
IPL-ൽ റൺസ് അടിച്ചു കൂട്ടുകയും ക്യാപ്റ്റനായി ഗുജറാത്തിനെ ഫൈനലെത്തിക്കുകയും ചെയ്തുവെങ്കിലും ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ 2020 ടീമിലേക്ക് പരിഗണിക്കേണ്ട എന്ന് സെലക്ടർമാരുടെ തീരുമാനം. കഴിഞ്ഞ IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനായി 163 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 732 റൺസാണ് ഗിൽ അടിച്ചുകൂട്ടിയത്. IPL കരിയറിലെ ഗില്ലിന്റെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഇത്. എന്നാൽ മലയാളി താരം സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, IPL-ൽ വിസ്മയം തീർത്ത വൈഭവ് സൂര്യവംശി എന്നിവരെയെല്ലാം ഓപ്പണർമാരായും ടോപ്പ് ഓർഡറിലും പരിഗണിക്കുന്നവരായുള്ളപ്പോൾ ഗില്ലിന് എവിടെ ഇടം നൽകുമെന്നതിലും സെലക്ടർമാർക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയായിരുന്നു. യശസ്വി ജയ്സ്വാളിനെയും പ്രിയാൻഷ് ആര്യയെയും പ്രഭ്സിമ്രാൻ സിംഗിനെയും പോലുള്ള താരങ്ങൾ ഓപ്പണർ സ്ഥാനത്തിനായി ശക്തമായി മത്സര രംഗത്തുണ്ട്. തുടർച്ചയായി 3 ഫോർമാറ്റിലും കളിക്കുന്നത് ഗില്ലിന്റെ ഫിറ്റ്നസിനെ ബാധിക്കുമെന്ന ആശങ്ക സെലക്ഷൻ കമ്മിറ്റിക്കുണ്ട്. അടുത്ത 18 മാസത്തേക്ക് ഇന്ത്യൻ ടീമിനുള്ള മത്സരക്രമം അനുസരിച്ച് ഒരു കളിക്കാരന് 3 ഫോർമാറ്റിലും ഒരേപോലെ തിളങ്ങുക അസാധ്യമാണ്. അടുത്ത 2 വർഷത്തിനിടയിൽ 9 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലും 2027 ലോകകപ്പിന് മുൻപായി 35ഓളം ഏകദിനങ്ങളിലും ഗില്ലിന് ഇന്ത്യയെ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 2 പ്രധാന ICC ടൂർണമെന്റുകൾക്കായി താരം പൂർണ്ണ ഫിറ്റ്നസോടെ ഇരിക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായ ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ച് IPL-ലും ഗില്ലിന് കളിക്കേണ്ടതുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള PR സ്റ്റാറ്റസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി സ്റ്റാർമർ സർക്കാർ. ബ്രിട്ടനിൽ PR ലഭിക്കുന്നതിനായി ബ്രിട്ടനിൽ താമസിക്കേണ്ടുന്ന കുറഞ്ഞ കാലപരിധി വ്യക്തികളുടെ തൊഴിലിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കുമെന്ന് സൂചന. മാറ്റം വരുന്നതോടെ ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിന് ബ്രിട്ടീഷ് കോടതികൾ ശിക്ഷിച്ചവർക്ക് PR ലഭിക്കില്ല. ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം പേരും ബ്രിട്ടീഷ് പൗരത്വം എടുക്കാതെ സ്ഥിരതാമസത്തിന് സഹായിക്കുന്ന PR എടുക്കുന്നു. സ്ഥിരതാമസത്തിന് സഹായിക്കുന്ന PR എടുക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല എന്നതിനാൽ റിഫോം UK അധികാരത്തിൽ വന്നാൽ PR നിർത്തലാക്കിയേക്കും. കുടിയേറ്റത്തിൽ കൂടുതൽ പേരും ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാനുള്ള ശ്രമത്തിൽ. ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ ഏറ്റവും വലിയ കടമ്പ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് പാസ്സാവാൻ കൊല ചെയ്യപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചും മറ്റു പല ചരിത്ര സംഭവങ്ങളെ കുറിച്ചും അറിവുണ്ടാകണം. PR സിസ്റ്റം റദ്ദു ചെയ്യുന്ന കാര്യം റിഫോം UK പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം. ദുബായിലേക്കും മധ്യപൂർവേഷ്യയിലെ മറ്റു 3 ഇടങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ മാസം വരെ ഉണ്ടായിരിക്കില്ല എന്ന് ബ്രിട്ടീഷ് എയർവേസ്. ഈ റൂട്ടിലെ സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് ജൂലൈ വരെ. ഇറാൻ യുദ്ധം അവസാനിക്കാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ സർവീസുകൾ ഒക്ടോബർ വരെ നീട്ടി. വേനൽക്കാലം അവസാനിക്കുന്നതോടെ മാത്രമേ ദുബായ്, ടെൽ-അവീവ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ബ്രിട്ടീഷ് എയർവേസ്. അബുദാബി, ഒമാൻ, ബഹ്റൈൻ, ദോഹ, ദുബായ്, ടെൽ-അവീവ്, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നും ഒക്ടോബർ 31-നോ അതിനു മുൻപോ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സർവീസ് നടക്കുന്നുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായ തുക റീഫണ്ടായി ആവശ്യപ്പെടാം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയ 2 ഇറാനിയൻ ഡ്രോണുകളെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും മേഖലയിൽ മിസൈൽ ആക്രമണങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും തുടരുന്നു. വലിയ പ്രതിസന്ധിക്ക് കാരണം ഹോർമൂസിന്റെ നിയന്ത്രണത്തിനായി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ. ഉപരോധങ്ങൾ നീക്കുന്നതിനും എണ്ണ വരുമാനം തിരിച്ചുപിടിക്കുന്നതിനുമായി ഇറാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അമേരിക്കൻ പ്രതിരോധ സേന തിരിച്ചടി തുടരുന്നു. ഇസ്രായേൽ നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പെന്റഗൺ രംഗത്ത്. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ. പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ. ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വളരെയധികം അക്രമോത്സുക സ്വഭാവം കാണിക്കുന്നുവെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ. ഇസ്രായേൽ സന്ദർശിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ജൂൺ 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി എത്തിക്കാൻ വ്യോമസേനയുടെ സഹായം തേടും. സുരക്ഷ കർശനമാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നിർണായക തീരുമാനമെടുത്തത് മുൻപ് നടന്ന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന്. പരീക്ഷയുടെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കർശന സുരക്ഷാ പ്രോട്ടോകോളുകളാണ് ഇത്തവണ നടപ്പിലാക്കുന്നതെന്ന് സൂചന. ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിനായി വ്യോമസേനയുടെ സഹായം തേടുന്നത് നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായി. ജന്തർ മന്ദറിൽ ആദ്യ ബഹുജന മുന്നേറ്റ പ്രതിഷേധം സംഘടിപ്പിച്ചതിനു പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. രാജ്യത്തെ യുവാക്കൾ നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന വിദേശകരങ്ങളിലെ കളിപ്പാവകളാകില്ല എന്ന് നിതിൻ നബീന്റെ പ്രതികരണം. ഇന്ത്യയിലെ യുവാക്കൾ രാഷ്ട്ര നിർമ്മാണത്തിലും അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും രാജ്യത്തെ യുവാക്കളുടെ ദിശ നിർണ്ണയിക്കാനാകുമെന്നാണ് വിദേശത്തിരുന്ന ചില ആളുകൾ കരുതുന്നതെന്നും നബീന്റെ രൂക്ഷ വിമർശനം. നവകേരള യാത്രക്കിടെയുണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ കുരുക്കുമുറുക്കി അന്വേഷണ സംഘം. അജിത് കുമാറിനെതിരെ കോടതിയിലും റിപ്പോർട്ട് സമർപ്പിച്ച് SIT. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസാണെന്നും പ്രതികളെ രക്ഷിക്കാൻ കേസ് ഡയറി തന്നെ അട്ടിമറിച്ചു എന്ന തെറ്റായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നും SIT.
സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ തെളിവ് തേടി SFIO. കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ED. തെളിവ് ശേഖരണം പൂർത്തിയാക്കിയാൽ ഉടൻ വീണയ്ക്കും ശശിധരൻ കർത്തയ്ക്കും സമൻസ് നൽകും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.